അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ജി ഒരു അബീലിയൻ ഗ്രൂപ്പ് ആണ്, എച്ചും കെയും സബ് ഗ്രൂപ്പ്സ് ഓഫ് ജി ആണ്. ദെൻ എച്ച് കെ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ സ്മോൾ എച്ച് ഇൻറ്റു സ്മോൾ കെ സച്ച് ദാറ്റ് സ്മോൾ എച്ച് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എച്ച് ആൻഡ് സ്മോൾ കെ എലമെന്റ് ഓഫ് ക്യാപിറ്റൽ കെ ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. ഇതിന്റെ മീനിങ് എന്താ? എച്ച് കെ എന്ന സബ്സെറ്റിന്റെ മീനിങ് എന്താ? എച്ചിലെ എലമെന്റ്സുകളെയും കെയിലെ എലമെന്റ്സുകളെയും തമ്മിൽ പ്രോഡക്റ്റ് എടുക്കുന്നതാണ് ഈ ക്യാപിറ്റൽ എച്ച് ഇൻറ്റു ക്യാപിറ്റൽ കെ. ഇവിടെ എലമെന്റ്സുകളുടെ എല്ലാം പ്രോഡക്റ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇത് സബ് ഗ്രൂപ്പ് എന്ന് കാണിക്കുകയാണ് നമ്മുടെ ജോലി. ഇത് സബ് ഗ്രൂപ്പ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സബ് ഗ്രൂപ്പ് ടെസ്റ്റിലെ രണ്ടാമത്തെ ടെസ്റ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്. എന്താണ് ഇത്? സബ്സെറ്റ്. ഇത് നോൺ എംപ്റ്റി സബ്സെറ്റ് ആണ്. ഇതെന്തുകൊണ്ടാണ് നോൺ എംപ്റ്റി സബ്സെറ്റ് ആയത്? ഈ നോൺ എംപ്റ്റി സബ്സെറ്റിൽ ബൈനറിയും ഇൻവേഴ്സും മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ ഇത് സബ് ഗ്രൂപ്പ് ആവും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടാണ് അസംഷൻ. ജി അബീലിയൻ ഗ്രൂപ്പ് ആണെന്നും എച്ചും കെയും സബ് ഗ്രൂപ്പ്സ് ആണെന്നുള്ളതാണ് അസംഷൻ. ഇനി ആദ്യം പറയാം, ഇത് നോൺ എംപ്റ്റി സബ്സെറ്റ് ആണെന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ടാ? ഈ ഐഡന്റിറ്റി എലമെന്റ് എച്ചിലും ഉണ്ട്, ഐഡന്റിറ്റി എലമെന്റ് കെയിലും ഉണ്ടല്ലോ, ശരിയല്ലേ? അപ്പോൾ എച്ചിലെ എലമെന്റുകളെയും കെയിലെ എലമെന്റുകളെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതല്ലേ എച്ച് കെയിലെ എലമെന്റ്സ്. അപ്പോൾ ഇവിടെ സ്മോൾ ഇ ഉണ്ട്, ഇവിടെയും സ്മോൾ ഇ ഉണ്ട്. അപ്പോൾ ഇവിടെ സ്മോൾ ഇ ഇൻറ്റു സ്മോൾ ഇ ഉണ്ടല്ലോ. അപ്പോൾ ദാറ്റ് ഈസ് we have ഈ എലമെന്റ് ഓഫ് എച്ച്. കാരണം ഈ സബ് ഗ്രൂപ്പ് ആണ്, അതുകൊണ്ട് ഞാൻ അവിടെ എഴുതുന്നില്ല. അല്ല, എച്ച് സബ് ഗ്രൂപ്പ് ആണ്. ഈ എലമെന്റ് ഓഫ് കെ, ഈ എലമെന്റ് ഓഫ് എച്ച് ആണ്, ഈ എലമെന്റ് ഓഫ് കെ ആണ്. കാരണം എച്ചും സബ് ഗ്രൂപ്പ് ആണ്, കെയും സബ് ഗ്രൂപ്പ് ആണ്. വിച്ച് ഇംപ്ലൈസ് ഇ ഇൻറ്റു ഇ element of HK, that is E into E EL, small EL, element of HK. Thus HK is a non-empty subset of G. HK is a non-empty subset of G. Non-empty subset ആണ്, subgroup ആണ് പറയാറായിട്ടില്ല. Non-empty subset of G. ഇനി ആ തിയറം അപ്ലൈ ചെയ്യാം. എച്ച് കെ സബ് ഗ്രൂപ്പ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈനറിയും ഇൻവേഴ്സും മാത്രം എച്ച് കെയിൽ പ്രൂവ് ചെയ്താൽ മതി. എച്ച് കെ സബ് ഗ്രൂപ്പ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് പ്രൂവ് ചെയ്താൽ മതി? ബൈനറിയും ഇൻവേഴ്സും മാത്രം പ്രൂവ് ചെയ്താൽ മതി. ബൈനറി ഇൻവേഴ്സും പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒന്ന് ബൈനറി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് എലമെന്റ്സ് എടുക്കുകയാണ്. ലെറ്റ് എക്സ് കോമ വൈ എലമെന്റ് ഓഫ് എച്ച് കെ. എക്സും വൈയും എച്ച് കെയിൽ നിന്ന് എടുത്തു. ഇവിടെ എച്ച് കെയിലെ എലമെന്റ്സുകളുടെ സ്ട്രക്ചർ മനസ്സിലാക്കണം. എന്താണ്? എച്ചിലെ എലമെന്റിനെയും കെയിലെ എലമെന്റുകളെയും, എച്ചിലെ എല്ലാ എലമെന്റുകളെയും തമ്മിൽ കെയിലെ എല്ലാ എലമെന്റ്സുകളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റുകളുടെയും കളക്ഷൻ ആണ് എച്ച് കെ. അപ്പോൾ എക്സും വൈയും എങ്ങനെ ഇരിക്കും? എക്സ് എങ്ങനെ ഇരിക്കും? ഇവിടെ എക്സ് എങ്ങനെ ഇരിക്കും? ഗൂഗിൾ ഗൂഗിൾ പറഞ്ഞ് എക്സ് എങ്ങനെ ഇരിക്കും? ഇവിടെ എച്ച് കെയിലെ ഒരു എലമെന്റ് ആണ് എക്സ് നടത്താൽ എക്സിന്റെ സ്ട്രക്ചർ എങ്ങനെയാ? മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലേ? അപ്പോൾ എച്ചിലെ ഒരു എലമെന്റ് സ്മോൾ എച്ച് വൺ ആണെങ്കിൽ കെയിലെ എലമെന്റ് സ്മോൾ കെ വൺ ആണെങ്കിൽ h1 ഇൻറ്റു കെ വൺ ആയിരിക്കും അല്ലേ? വേർ h1 element of h and k element of k, k1 element of k. ഇനി y എവിടത്തെ എലമെന്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്? y എന്ന എലമെന്റും എച്ച് കെയിലെ എലമെന്റ് അല്ലേ? അപ്പോൾ കെയിലെയും h1 element of h and k1 element of k. ഇനി വൈയും ഈ y എന്ന എലമെന്റും എച്ച് കെയിലെ എലമെന്റ് അല്ലേ? അപ്പോൾ വൈന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? എച്ചിലെ ഒരു എലമെന്റിന്റെയും കെയിലെ മറ്റൊരു എലമെന്റിന്റെയും പ്രോഡക്റ്റ് ആയിരിക്കും. Therefore y is also be of the form h2 into k2, where h2 element of capital H
and K2 element of capital K. Y ഇങ്ങനെ ഇരിക്കും. നമുക്ക് എന്താ പ്രൂവ് ചെയ്യണ്ടേ? ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? X into Y element of H for all HK. X into Y element of HK നമുക്ക് ലാസ്റ്റ് പ്രൂവ് ചെയ്യേണ്ടതാണ്. X into Y element of HK for all X, Y element of HK. നല്ല ബൈനറി ആവുള്ളൂ. HK മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ബൈനറി ആവുള്ളൂ. അപ്പോൾ XY എലമെന്റ് ഓഫ് HK എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് ഏതാണ്? അപ്പോഴാണ് എന്താവുള്ളൂ, Hനകത്ത് ബൈനറി ഓപ്പറേഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ. ഇനി നമുക്ക് നോക്കാം X into Y എന്തായിരിക്കും. ദാറ്റ് ഈസ് XY. XY എലമെന്റ് ഓഫ് HK ആണല്ലോ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ XY എങ്ങനെയായിരിക്കും? X എന്ന് വെച്ചാൽ H1 K1, Y എന്ന് വെച്ചാൽ H2 K2. എനിക്ക് അസോസിയേറ്റിവിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? H1 into K1 H2 into K2 എന്ന് എഴുതാമല്ലോ. ഇനി നോക്കിയേ, ഇവിടെ അബീലിയൻ ഗ്രൂപ്പ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ശ്രദ്ധിച്ചാണ്, അബീലിയൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇത് സബ് ഗ്രൂപ്പ് ആവില്ല കേട്ടോ. അബീലിയൻ ഗ്രൂപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അബീലിയൻ ഗ്രൂപ്പ് ആയതുകൊണ്ട് എന്ത് പറയാം? K1 എവിടത്തെ എലമെന്റാ? കെയിൽ എലമെന്റ് ആണ് അല്ലേ? ആക്ച്വലി ജി ഇതും Hഉം Kയും ഇങ്ങനെയല്ലേ കിടക്കുന്നത്? Hഉം Kയും സബ് ഗ്രൂപ്പുകളാണല്ലോ. അപ്പോൾ ഉറപ്പായിട്ട് ഇവിടുന്ന് നമ്മൾ H1ഉം H2 ഒക്കെ ഇവിടെ നിന്ന് എടുത്തു, K1ഉം K2 ഒക്കെ കെയിൽ നിന്ന് എടുത്തു. ഉറപ്പായിട്ട് H1ഉം H2ഉം K1ഉം K2ഉം ജിയിൽ എലമെന്റ് ആണ്. ജി അബീലിനായത് കാരണം K1 H2 എങ്ങനെ തിരിച്ചെഴുതാമല്ലോ? എങ്ങനെ എഴുതാം? അബീലിനല്ലേ, അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് അല്ലേ? H1 into K1 H2 H2 K1 എന്ന് എഴുതാം. Indicate since G is abelian, since the group G is abelian. അബീലിയൻ ആണെങ്കിൽ മാത്രമേ നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അബീലിയൻ ആണെങ്കിൽ മാത്രമേ ശരിയാവുള്ളൂ. അബീലിയൻ അല്ലാത്ത എക്സാമ്പിൾ ഞാൻ കാണിച്ചു ശരിയാവാത്തുള്ളൂ. ഇനി വീണ്ടും അസോസിയേറ്റിവിറ്റി അപ്ലൈ ചെയ്യാം. H2 വീണ്ടും അസോസിയേറ്റിവിറ്റി അപ്ലൈ ചെയ്യാം. എന്താണ്? H1 H2 ഒരുമിച്ചെടുക്കാം. K1 K2. എടോ, ഈ H1 H2 ഇവിടെ എലമെന്റാ. H1ഉം H2ഉം Hൽ എലമെന്റ് അല്ലേ? H സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട് H1 H2 എവിടെ തന്നെ ഉണ്ടാവും? H തന്നെ കാണും. അതുപോലെ K1ഉം K2ഉം കെയിൽ എലമെന്റ്സ് അല്ലേ? K സബ് ഗ്രൂപ്പ് ആയത് കാരണം K1ഉം K2ഉം കെയിൽ എലമെന്റ്സ് ആണ്. K സബ് ഗ്രൂപ്പ് ആയത് കാരണം അപ്പോൾ K1ഉം K2ഉം എവിടെ തന്നെ കാണും? Kക്കകത്ത് തന്നെ കാണും. അപ്പോൾ H1 H2 എന്ന എലമെന്റ് Hലുണ്ട്, K1 K2 എന്ന എലമെന്റ് Kയിലുണ്ട്. അപ്പോൾ നോക്കണേ, ഇത് ഒരു സിംഗിൾ എലമെന്റ് ആണ്. ഇതൊരു സിംഗിൾ എലമെന്റ്, ഇത് Hലെ എലമെന്റ്, ഇത് Kയിലെ എലമെന്റ്. അപ്പോൾ Hലെ ഒരു എലമെന്റിനെ Kയിലെ മറ്റൊരു എലമെന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് പോലെയല്ലേ ഇരിക്കുന്നത്? അപ്പോൾ ഈ പ്രോഡക്റ്റ് എവിടെയുണ്ട്? HKയിലുണ്ട് അല്ലേ? എന്താ റീസൺ? സിൻസ് H1 H2 element of H and K1 K2 element of K. വേണമെങ്കിൽ അറിയാൻ പാടില്ലാത്ത എഴുതാം, both are subgroups അല്ലേ? both ഒന്നും വേണ്ട, H and K. H and K are subgroups. H and K are subgroups. Hഉം Kയും സബ്ഗ്രൂപ്പ് ആയതുകൊണ്ട് H1 H2 Hലുണ്ട്, K1 K2 Kയിലുണ്ട്. അപ്പൊ നോക്കിയേ, നമ്മൾ എവിടെയാണ് ലെഫ്റ്റ് സൈഡ് നോക്കിയേ, ഇവിടുത്തെ ലെഫ്റ്റ് സൈഡ് നോക്കിയേ, ഇതല്ലേ XY അല്ലേ? അപ്പോൾ XY എവിടെയുണ്ട്? HKയിലുണ്ട്. ദാറ്റ് ഈസ് XY element of
HK. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാണോ, ഏതോ രണ്ട് എലമെന്റ്സ് ആണ് എക്സും വൈയും, ഏതോ രണ്ട് എലമെന്റ്സ് ആണ് എക്സും, ഒരു പ്രത്യേകതകളും ഇല്ലാത്ത ഏതോ രണ്ട് എക്സും വൈയുമാണ് HKയിൽ നിന്ന് എടുത്തിരിക്കുന്നത്. അങ്ങനെ എടുത്തപ്പോൾ എന്ത് കിട്ടി? എക്സ് വൈയും HKയിൽ ഉണ്ടെന്ന് കിട്ടി. ഏതോ രണ്ട് എലമെന്റ് എടുത്തപ്പോൾ അവയുടെ പ്രോഡക്റ്റ് HKയിൽ ഉണ്ടെങ്കിൽ ഏത് രണ്ട് എലമെന്റ് എടുത്താൽ അവയുടെ പ്രോഡക്റ്റ് HKയിൽ ഉണ്ടാവും. XY element of HK for all x comma y element of HK, x comma y element of HK, for all x comma y element of HK. Okay അല്ലോ, അപ്പോൾ ബൈനറി ആയി. ഇനി ഇൻവേഴ്സ് കൂടി പറയാം. സെക്കൻഡ് കണ്ടീഷൻ ഇൻവേഴ്സ് കൂടി പറയാം, ശരിയല്ലേ? അത് HK സബ് ഗ്രൂപ്പ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് HK ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ആണെന്ന് കണ്ടു, HKയിലെ ബൈനറി ഓപ്പറേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു കണ്ടു. ഇനി HKയിൽ ഇൻവേഴ്സ് ഉണ്ടെന്ന് പറയാൻ പോവുകയാണ്. HKയിൽ ഇൻവേഴ്സ് ഉണ്ടെന്ന് പറയുന്നത് എങ്ങനെയാ? എല്ലാ എലമെന്റ്സും എടുത്ത് നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ നേരമില്ലല്ലോ. ഒരു ആർബിട്രറി എലമെന്റിന് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാ എലമെന്റ്സിനും ഇൻവേഴ്സ് ഉണ്ടാവും. അപ്പോൾ HKയിൽ നിന്ന് ഒരു ആർബിട്രറി എലമെന്റ് എടുക്കുക. ലെറ്റ് എക്സ് എലമെന്റ് ഓഫ് HK, ആർബിട്രറി ഏതോ ഒരു എലമെന്റ് ആണ്. നേരത്തെ അങ്ങനെയാണല്ലോ, എക്സും വൈയും ആർബിട്രറി ആയിട്ടാണ് എടുത്തത്. therefore നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞല്ലോ, എക്സ് എങ്ങനെ ഇരിക്കും? സം h1 into സം k1. അതിനിപ്പോ h1 element of h, k1 element of k. അപ്പോൾ x is equal to h1 of k1. ഇനി നമുക്ക് x ഇൻവേഴ്സ് ആണ് പറയേണ്ടത് അല്ലേ? അപ്പോൾ therefore x ഇൻവേഴ്സ് എന്തായിരിക്കും? that is x inverse is, what is x inverse? h1 k1 ന്റെ ഇൻവേഴ്സ്. h1 ഉം k1 ഉം ജിയിൽ എലമെന്റ് ആണല്ലോ. അപ്പോൾ ജിയിൽ എലമെന്റ് നമ്മൾ പറഞ്ഞല്ലോ എന്താണ്? AB ഇൻവേഴ്സ് എന്ന് വെച്ചാൽ AB ഇൻവേഴ്സ് is equal to B ഇൻവേഴ്സ് A ഇൻവേഴ്സ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ h1 k1 ഇൻവേഴ്സ് is k1 ഇൻവേഴ്സ് into h1 ഇൻവേഴ്സ്. ഇനി k1 ഇൻവേഴ്സ് into h1 ഇൻവേഴ്സ്, ഇതെന്ത് ഗ്രൂപ്പാ? അബീലിയൻ ഗ്രൂപ്പ് അല്ലേ? അപ്പൊ തിരിച്ചെഴുതാലോ, h1 ഇൻവേഴ്സ് into k1 ഇൻവേഴ്സ് എന്ന് എഴുതാലോ. സിൻസ് G is abelian, G അബീലിയൻ ആയത് കാരണം എങ്ങനെ എഴുതാലോ? അപ്പോൾ എക്സ് ഇൻവേഴ്സ് എന്ത് വന്നു? എക്സ് ഇൻവേഴ്സ് ഈസ് എക്സ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു h1 ഇൻവേഴ്സ് into k1 ഇൻവേഴ്സ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, h1 എവിടത്തെ എലമെന്റാ? ഹെച്ചിലെ എലമെന്റ്. h ആരാണ്? സബ് ഗ്രൂപ്പാണ്. അപ്പോൾ h1 ഇൻവേഴ്സും എവിടെ തന്നെ ഉണ്ടാവും? സബ് ഗ്രൂപ്പ് ആയത് കാരണം h1 ഹെച്ചിൽ ഉണ്ടെങ്കിൽ h1 ഇൻവേഴ്സും ക്യാപിറ്റൽ Hൽ ഉണ്ടാവും. അപ്പോൾ ഈ h1 ഇൻവേഴ്സ് എവിടെയുണ്ട്? ക്യാപിറ്റൽ Hലുണ്ട്. അതുപോലെ k1 എവിടത്തെ എലമെന്റാ? കെയിൽ എലമെന്റാ. k ആരാണ്? സബ് ഗ്രൂപ്പാണ്. അപ്പോൾ k1 കെയിൽ ഉണ്ടെങ്കിൽ k1 ന്റെ ഇൻവേഴ്സും ആരായിരിക്കും? കെയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ k1 ഇൻവേഴ്സ് കെയിലുണ്ട്. അപ്പോൾ h1 ഇൻവേഴ്സ് Hലുണ്ട്, k1 ഇൻവേഴ്സ് കെയിലുണ്ട്. h1 ഇൻവേഴ്സ് into k1 ഇൻവേഴ്സ് എവിടെ കാണും? എലമെന്റ് ഓഫ് HK. ഇതല്ലേ HK എന്ന സെറ്റിന്റെ ഡെഫിനിഷൻ. അപ്പോൾ ദാറ്റ് ഈസ് എക്സ് ഇൻവേഴ്സ് എവിടെയുണ്ട്? ഇത് എക്സ് ഇൻവേഴ്സ് അല്ലേ? എക്സ് ഇൻവേഴ്സ് എവിടെയുണ്ട്? HK ഉണ്ട്. ദാറ്റ് ഈസ് എക്സ് ഇൻവേഴ്സ് എലമെന്റ് ഓഫ് HK. എക്സ് എന്ന ഒരു ഫിക്സഡ് എലമെന്റ് അല്ല എടുത്തത്, ഏതോ ഒരു പർട്ടിക്കുലർ എലമെന്റ് ആണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു ആർബിട്രറി എലമെന്റ് ആണ് HKയിൽ നിന്ന് എടുത്തിരിക്കുന്നത്. HKയിലെ ഒരു ആർബിട്രറി എലമെന്റ് ആയിട്ടുള്ള എക്സിന് അതിന്റെ ഇൻവേഴ്സിന് HKയിൽ ഉണ്ടെന്ന് കാണിക്കാൻ പറ്റിയാൽ HKയിലെ ഏത് എലമെന്റിനെയും ഇൻവേഴ്സ് HKയിൽ ഉണ്ടെന്ന് കാണിക്കാൻ പറ്റും. എക്സ് ഇൻവേഴ്സ് എലമെന്റ് ഓഫ് HK for all x element of HK. Thus എന്തായി? അപ്പോ രണ്ട് കണ്ടീഷൻ കാണിച്ചല്ലോ. ഒന്ന് ഏതാ? ബൈനറി ആണെന്ന് ഇവിടെ കാണിച്ചു അല്ലെ?
എക്സ് വൈ എലമെന്റ് ഓഫ് എച്ച് കെ ഫോർ ഓൾ എക്സ് കോമ വൈ എലമെന്റ് ഓഫ് എച്ച് കെ. അപ്പോൾ എച്ച് കെക്കകത്ത് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ബൈനറി ആയി. പിന്നെയോ എച്ച് കെക്കകത്ത് ഇൻവേഴ്സ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. എച്ച് ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് അല്ലേ എങ്കിൽ തിയറം വെച്ചിട്ട് എനിക്ക് എന്ത് പറയാം, ദെൻ ബൈ തിയറം നമ്പർ എത്രയുടെ 1.6 ആണോ 1.5 ആണോ 1.7 ആണോ? സബ്ഗ്രൂപ്പ് ടെസ്റ്റ്, then by theorem 1.6 HK is a subgroup of theorem 1.6 ആണോ 7 ആണോ അതായത് പറ ആരെങ്കിലും? 1.5 ആണോ? ഒന്നാമത്തെ സബ്ഗ്രൂപ്പ് ടെസ്റ്റ് ആണ്, അതായത് രണ്ടാമത്തെ സബ്ഗ്രൂപ്പ് ടെസ്റ്റ് അല്ലേ? എന്താ? അപ്പൊ ഞാൻ എഴുതുന്നത് എങ്ങനെയാണ്?